ഏതാനും ചില ഉദാഹരണങ്ങൾ കൂടെ പറയാൻ. ഈ അറബ് അക്ഷരങ്ങൾക്ക് ചില കണക്കുകളുണ്ട്, ന്യൂമറിക് വാല്യൂ. ഇപ്പോൾ അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഹാ, നമ്മൾ അറബി അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അതിനൊരു അബ്ജദ് ഹവ്വസ് ഫോം ഉണ്ട്. അതായത് അബ്ജദ്, ഹവ്വസ്, ഹുത്തി, കലമൻ, സഅഫസ്, ഖറശത്, സഖദദ്, ത, ഗ, രണ്ടക്ഷരങ്ങൾ, ല, ഗ, രണ്ടക്ഷരങ്ങളിൽ അവസാനിക്കുക. ഇത് ഇസ്ലാമിൻ്റെ മുമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് പുരാതന അറബിയിലുണ്ടായിരുന്ന ഒരു അബ്ജദ് കണക്കാണ്. ഇത് നമ്മൾ ഖുർആനിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യമുണ്ടോ, അതുമായി ഖുർആന് വല്ല ബന്ധമുണ്ടോ, അത് ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് ഈ വാല്യൂ ലോകാടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടൊരു വിഷയമാണ്. നബി തങ്ങളുടെ മുമ്പിൽ അലിഫ് ലാം മീം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ ജൂതന്മാർ അതിനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണക്ക് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആ കണക്കിനെ നിഷേധിക്കുകയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തില്ല എന്ന വസ്തുതയിൽ നിന്ന് അബ്ജദ് ഹവ്വസ് എന്ന വാല്യൂ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അലിഫ് 1, ബാ 2, ജീം എന്ന് പറഞ്ഞാൽ 3. ഒരാൾ ബാജ് എന്ന് പറയുകയാണെങ്കിൽ ബാഇന് 2, ജീമിന് 3, അലിഫിന് 1, മൊത്തം വാല്യൂ 6 ആണ്. ഇങ്ങനെ പറയും അബ്ജദ്. ദാൽ 4, ഹ 5, വ 6, സ 7, ഹ 8, ത 9, യ 10, ക 20, ല 30, മ 40, നൂൻ 50, സീൻ 60, ഐൻ 70, ഫ 80, സ്വാദ് 90, ഖാഫ് 100. ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ വാല്യൂ 100 ആണ്. പിന്നെ റ 200, ഷ 300, ത 400, ഥ 500, ഖ 600, ദാൽ 700, ദ്വാദ് 800, ലാ 900, ഗൈന് 1000. ഇങ്ങനെയാണ് അബ്ജദ് ഹവ്വസ്, ഖുർആന്റെ അറബ് അക്ഷരങ്ങളുടെ ന്യൂമറിക് വാല്യൂ. അവിടെ നിൽക്കട്ടെ. ഇത് ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വലിയ രസകരമായ സംഭവമാണ്. രാജാക്കന്മാരുടെ മരണം, അല്ലെങ്കിൽ അവരുടെ ഭരണ ആരോഹണം, യാത്ര ചെയ്ത നാട്ടിലെത്തിയ സമയം, കാലാവധി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആലിമീങ്ങൾ ഈ ജുമ്മൽ കണക്ക് പ്രകാരം ചെയ്തിട്ടുണ്ട്. ജുമ്മൽ എന്നാണ് ഇതിന് പറയാ. ഉദാഹരണം ഒരുപാട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സൈഫുദ്ദീൻ എന്ന് പറയുന്ന മമാലിക് സുൽത്താനുകളിൽപ്പെട്ട ആൾ, സൈഫുദ്ദീൻ ബർഖൂഖ്, അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 801 അദ്ദേഹത്തിൻ്റെ മരണസമയം കണക്കാക്കാൻ അന്നത്തെ കവികൾ കണക്കാക്കിയത് ഫിൽ മുഷ്മിഷ് എന്നാണ്. ബർഖൂഖ് രാജാവിൻ്റെ മരണം ഫിൽ മുഷ്മിഷ്. മുഷ്മിഷ്, ഫിൽ മുഷ്മിഷ്, ഫാ യാ അലിഫ് ലാം മീം ഷീൻ മീം ഷീൻ. 80, 10, 1, 30, 40, 300, 40, 300 കണക്കാക്കിയാൽ 801. അയാളുടെ മരണം നടന്നത് ഹിജ്റ 801 എന്നറിയണമെങ്കിൽ ഫിൽ മിഷ്മിഷ് എന്ന് പറഞ്ഞാൽ മതി. 801 എൻ്റെ അർത്ഥം. പ്രഗത്ഭനായ കവിയുണ്ട്, അടുത്ത ഉസ്മാനി കവികളിൽ അറിയപ്പെടുന്ന ആളാണ് ഷാഇർ ദലഞ്ചാവി. അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് ദലഞ്ചാവി. അദ്ദേഹം ഈജിപ്തുകാരനാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷബറാവി ദലഞ്ചാവിയുടെ മരണത്തിൻ്റെ ഡേറ്റ് ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട് മനോഹരമായിട്ട്. അതിങ്ങനെയാണ്: സഅൽതു الشعر هل لك من صديق وقد سكن الدلنجاوي لحده فصاح وخر مغشيا عليه وأصبح راقدا في القبر عنده فقلت لمن يقول الشعر أقصر لقد أرخت مات الشعر بعده. കവി ദലഞ്ചാവി മരണപ്പെട്ടപ്പോൾ സഅൽതു الشعر, കവിയോട് ഞാൻ ചോദിച്ചു, ഹൽ ലക മിൻ സദീഖിൻ, കവിയെ നിനക്കിനി വല്ല കൂട്ടുകാരനുമുണ്ടോ? കാരണം ദലഞ്ചാവി ഖബറിലായി പോയല്ലോ. ഞാൻ കവിതയോട് ചോദിച്ചു, നിനക്കിനി വല്ല കൂട്ടുകാരനുമുണ്ടോ? അത് ചോദിച്ചപ്പോ ഫസ്വാഹ വഖറ മഗ്ഷിയൻ അലൈഹി, കവിത തന്നെ ബോധം കെട്ടു വീണു. വഅസ്ബഹ റാഖിദൻ ഫിൽ ഖബരി ഇൻദ, അയാളുടെ കൂടെ ഖബറിൽ കവിത വിശ്രമിക്കുകയാണ്. ഇത് കവികളുടെ ഭാഷയാണ്. ഇനി കഴിഞ്ഞില്ല. ഫഖുൽതു ലിമൻ യഖൂലു അശ്ശഅറ അഖ്സിർ, കവിത ഇനിയും പാടുന്നവരോട് ഞാൻ പറഞ്ഞു, ഇനി കവിത ഒന്നും പാടണ്ട. ദലഞ്ചാവിക്ക് ശേഷം
അദ്ദേഹത്തെ പോലെ മേന്മയുള്ള ഒരു കവി ഇനി എവിടെ നിന്ന് വരാനാ? അഖ്സിർ, ഇനി നിങ്ങളൊന്നും കവിത പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. ലഖദ് അർറഖ്തു, ഞാനൊരു കണക്ക് പറഞ്ഞു. മാ തശ്ശിഉ ബഅദ, അയാൾക്ക് ശേഷം കവിത മരിച്ചുപോയി എന്ന് ഞാനൊരു കണക്ക് പറയാണ്. അർറഖ്, താരീഖ് എന്ന് പറയില്ലേ, ഡേറ്റ്. ആ ഡേറ്റ് അദ്ദേഹം പറഞ്ഞത് മാ തശ്ശിഉ ബഅദഹു, മാ അ ത ഈ ഓരോ അക്ഷരത്തിൻ്റെയും ന്യൂമറിക് വാല്യൂ എടുത്ത് നോക്കിയാൽ 40+1+4+3+70+200+200+4+5 1123 ഹിജറ 1123 ഇയാൾ മരിക്കുന്നത്. അത് എവിടെ നിന്ന് കിട്ടി? മാ തശ്ശിഉ ബഅദ, അയാൾക്ക് ശേഷം കവിത മരിച്ചു എന്ന വാക്ക് അതിൻ്റെ ന്യൂമറിക് വാല്യൂ നോക്കിയാൽ ദലഞ്ചാവി മരിച്ച സമയമാണ്. ഇങ്ങനെ ഒരു സംഭവം അറബ് ലോകത്തുണ്ട്. വിശുദ്ധ ഖുർആൻ അറബ് ഭാഷയിലാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ ആഴങ്ങൾ അന്വേഷിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കാത്തതാണ്. നമ്മൾ ഈ വിഷയത്തിൽ ഇറങ്ങി പുറപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതൻ ഡോക്ടർ ഇദ്രീസ് ഖർഷാഫ് അദ്ദേഹം പറയുന്നു, ഖുർആനിൻ്റെ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ നമുക്കറിയുന്ന കണക്ക് വെച്ച് നോക്കിയാൽ മഹാത്ഭുതമാണ്. പക്ഷേ ഖുർആനിൻ്റെ കണക്കുകൾ നമ്മുടെ കണക്കിനെ കുറിച്ചുള്ള അറിവ് പരിമിതമായതുകൊണ്ട് മുഴുവൻ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഷാഫിഈ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഉമർ നവവി അൽ ജാവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മക്കയിൽ വന്ന് താമസമാക്കിയ ഷാഫിഈ പണ്ഡിതനാണ്. അദ്ദേഹം മക്കയിൽ വന്ന് താമസമാക്കിയ കാലത്ത് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിന്റെ പേര് മുറാഹു ലബീദിൻ ലികശ്ഫി മഅനാ ഖുർആനിൻ മജീദ്. അദ്ദേഹം പറഞ്ഞു, ഞാനിത് മക്കയിൽ വന്ന് താമസമാക്കിയ എൻ്റെ ഡേറ്റിനെ ഓർമ്മിപ്പിക്കാനാണ് ഈ കിതാബിന് ഞാൻ ഇങ്ങനെ പേരിടുന്നത്. ഷാഫിഈ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഉമർ അൻ നവവി അൽ ജാവി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ എഴുതിയത്? മുറാഹ് ലബീദിൻ ലികശ്ഫി മഅനാ ഖുർആനിൻ മജീദ്. ഈ അക്ഷരങ്ങളുടെ ന്യൂമറിക് വാല്യൂ എടുത്ത് കൂട്ടി നോക്കിയാൽ ഹിജറ 1304 എന്നാണ് ഇതിൻ്റെ ഉത്തരം. ഹിജറ 1304 മഹാനായ മുഹമ്മദ് ബിൻ ഉമർ അൽ ജാവി റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ വരുന്നത്, ഈ ഗ്രന്ഥരചന ആരംഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്നൊരു സംഭവം ഇമാം ബൈലാവി സൂറത്തുൽ ബഖറയെ വ്യാഖ്യാനിച്ച ഭാഗത്ത് പറയുന്നുണ്ട്. അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ലമ്മ അതാഹുൽ യഹൂദ്, ജൂതന്മാർ വരുന്നു. അങ്ങനെ ജൂതന്മാർക്ക് നബി തങ്ങൾ ഖുർആൻ ഓതി കൊടുക്കുന്നു. തല അലൈഹിം അലിഫ് ലാം മീം അൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം എന്ന് നബി തങ്ങൾ ഓതി കൊടുക്കുന്നു. ഫഹസബൂ, ആ സമയത്ത് ജൂതന്മാർ അലിഫ് ലാം മീം അതിനെ കണക്ക് വെച്ച് നോക്കി. അവർ പറഞ്ഞു, എങ്ങനെയാണ് ഞങ്ങൾ ഒരു മതത്തിൽ കടക്കുന്നത്? ആ മതത്തിന്റെ ആയുസ് 71 അലിഫ് ലാം മീം, ഈ 3 അക്ഷരങ്ങളുടെ ന്യൂമറിക് വാല്യൂ 71. 71 കൊല്ലം മാത്രം നിൽക്കാൻ പോകുന്ന ഒരു മതം ഞങ്ങൾ എങ്ങനെ ആ മതം സ്വീകരിക്കാനാണ്? അത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ പുഞ്ചിരിച്ചു. ഫതബസ്സമ റസൂലുള്ളാഹ്, നബി തങ്ങൾ ആ കണക്ക് ഇല്ലെന്ന് പറഞ്ഞില്ല, ആ കണക്കിനെ നബി തങ്ങൾ തള്ളി പറഞ്ഞില്ല. തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പുഞ്ചിരിച്ചപ്പോൾ അവർ ചോദിച്ചു, വേറെന്തെങ്കിലും ഉണ്ടോ? തങ്ങൾ പറഞ്ഞു, അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം റാ, അലിഫ് ലാം മീം റാ. പറഞ്ഞു, ഓ ഇതൊരുപാടുണ്ട് കേട്ടോ, ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഇത് ഞങ്ങൾക്കാകെ കണക്കുകൾ തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞവർ പിന്മാറിയ ഒരു സംഭവം പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയുമാം. ബൈലാവി തങ്ങൾ ഹദീസിൽ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുതൽ, സ്വഹാബത്തിന്റെ കാലം മുതൽ ഇങ്ങനെ ഒരു മഹാത്ഭുതം ഖുർആനിലുണ്ട് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചില സൂറകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഖുർആൻ വിവരിക്കുന്ന അക്കങ്ങളെ സംബന്ധിച്ച് പറയാം. 21-ാം നൂറ്റാണ്ടിന്റെ ഭാഷ ഡിജിറ്റൽ ഭാഷയാണ്. എല്ലാം അക്കങ്ങളുടെ ലോകമുള്ള എല്ലാ സംഭവങ്ങൾക്കും ന്യൂമറൽസ് ആവശ്യമാണ്, അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആൻ 1 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ ഓരോരോ ആയത്തുകളിലായി പറഞ്ഞിട്ടുണ്ട്. അക്കങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത് അങ്ങനെ പോയിട്ടുണ്ട്. 2 ഡിജിറ്റുള്ള അക്കങ്ങൾ ഖുർആൻ പറഞ്ഞു, 3 ഡിജിറ്റുള്ള അക്കങ്ങൾ പറഞ്ഞു, 4 ഡിജിറ്റുള്ള അക്കങ്ങളും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളിൽ ഖുർആൻ നമ്മുടെ ബുദ്ധിക്കും അപ്പുറം അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹു നൽകുന്ന വെളിച്ചം കൊണ്ട് ആലിമീങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതാണ്. അള്ളാഹു 1 എന്ന് പറയുന്ന ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അയ്യു ശൈഇൻ അക്ബറു ഷഹാദതൻ ഖുലില്ലാഹു ഷഹീദുൻ ബൈനി വബൈനകും
وأوحي إلي هذا القرآن لأنذركم به ومن بلغ أئنكم لتشهدون أن مع الله آلهة أخرى قل لا أشهد قل إنما هو إله واحد وإنني بريء مما تشركون. ഒന്ന് വാഹിദ്. രണ്ട് وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون. اثنين രണ്ട് വന്നു. لقد كفر الذين قالوا إن الله ثالث ثلاثة. മൂന്ന്. فسيحوا في الأرض 4 أشهر واعلموا أنكم غير معجز الله. 4 سبحان الله. 5 سورة الكهف سيقولون 3 رابعهم كلبهم ويقولون 5 سادسهم كلبهم رجما بالغيب ويقولون 7. 7 വന്നു. 8 أزواج من الضأن 2 ومن المعز 2. 8 വന്നു. 9 വരുന്നു. 10 11 12. അല്ലാഹു എല്ലാ അക്കങ്ങളും അവന്റെ വചനങ്ങളിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ. فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة. 7 വന്നു. 10 വന്നു. യൂസുഫ് നബി കണ്ട സ്വപ്നം യാ അബതി ഇന്നി റഅയ്തു 11 കൗകബാ. 11 ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. 12 സൂറത്തുൽ മുദ്ദസ്സിർ. 19 വിവിധ അക്കങ്ങൾ. എല്ലാം അല്ലാഹു മനുഷ്യനെ കണ്ടെത്താൻ ഒരു വഴി വെച്ചുകൊണ്ടാണ് പോകുന്നത്. എല്ലാം ഒരു ഓർഡറിലല്ല വെച്ചിട്ടുള്ളത്, ഒരേ സീക്വൻസിലുമല്ല പറഞ്ഞത്. പക്ഷെ അല്ലാഹു എല്ലാം വിവരിച്ചു. 30 വന്നു. 30 ശഹ്റാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന. 30 40 30 40. സുബ്ഹാനല്ലാഹ്. വഇദ് വഅദ്നാ മൂസാ 40 ലൈല. 40 എന്ന് പറയുന്നു. ഇനി അല്ലാഹു 100ഉം 200ഉം 1000ഉം 2000ഉം 3000ഉം. الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة. 100 എന്ന് പറഞ്ഞാൽ 100. صابرة يغلبوا 200. 200. وإن يكن منكم 1000 يغلبوا 2000. 1000ഉം 2000ഉം വന്നു. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين. 3,000 മലായിക. 3000 മലക്കുകൾ. ഇനി അല്ലാഹു തആല 1/3 2/3 1/2 അര 1/3 3/2 4/1 ഇത് വിവരിച്ച ആയത്തുകൾ വേറെ. 1 2 3 വിവരിക്കപ്പെട്ട ആയത്തുകൾ വേറെ. ഇതിലൊക്കെ വലിയൊരു അത്ഭുതം. അള്ളാഹു ഈ ഗ്രന്ഥം 9 കൊണ്ടും 7 കൊണ്ടും ബന്ധിച്ചിരിക്കുകയാണ്. ഇതിൽ അത്ഭുതം 7 സബ്ഉ മഹാനി ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹു ഫാത്തിഹയെ കാവലായി തന്നിട്ടുണ്ട്. ഒരു അസുഖം വന്നാൽ 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി വെള്ളം കുടിച്ചാൽ അതിന് ശിഫയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. 7 മനുഷ്യൻ അൽ ഇൻസാൻ. അറബിയിൽ മനുഷ്യന് പറയുന്ന വാക്കെന്താണ്? അൽ ഇൻസാൻ. എത്ര വാക്കുകളാണ്? എത്ര അക്ഷരങ്ങളാണ്? അൽ ഇൻസാ എത്ര? 7 അക്ഷരങ്ങളാണ്. മനുഷ്യൻ അള്ളാഹു ഇറക്കിയ മാർഗദർശനമായ അള്ളാഹുവിന്റെ കിതാബുകൾ അൽ ഖുർആൻ അല്ലെങ്കിൽ അൽ ഫുർഖാൻ, അൽ ഇൻജീൽ, അത്തൗറാഹ്, ഇതൊക്കെ 7 അക്ഷരങ്ങളാണ് ഓരോന്നും. പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാമിന് സുഹുഫ് മൂസ എന്ന അള്ളാഹു ഒരു കിതാബിനെ പറ്റി പറഞ്ഞു. സുഹുഫ് മൂസ, തൗറാത്തിനെ കുറിച്ച്. സുഹുഫ് മൂസ 7 അക്ഷരങ്ങളാണ്. പ്രവാചകന്മാരുടെ നേതാവ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം എന്ന വാക്ക് 7 അക്ഷരങ്ങളിലാണ് കിടക്കുന്നത്. മനുഷ്യന്റെ ശത്രുവാണ് പിശാച്ച്, അശ്ശൈത്വാൻ. 7 അക്ഷരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഉള്ളിലൂടെ എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കുകയാണ്. ഖുർആനിന്റെ ഈ അത്ഭുതം യുക്തിവാദികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്തതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്,
വാക്കുകൾ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടത്. അറിയണം, 23 കൊല്ലം മുമ്പ് ഖുർആൻ ആരംഭിക്കുന്നത്, 23 കൊല്ലം കൊണ്ടാണ് അവസാനിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കഥ എഴുതാൻ തുടങ്ങുകയാണ്. 2018 ഒക്ടോബർ 26 നമ്മൾ ഒരു കഥ എഴുതാൻ തുടങ്ങിയ ഒരു നോവൽ 2038 നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ആ നോവൽ നമ്മൾ ആ എഴുതി തുടങ്ങിയ തുടക്കം ഡെഫിനറ്റ്ലി വി വിൽ ചേഞ്ച് ഇറ്റ്, അല്ലേ? നമുക്ക് 10 കൊല്ലം മുമ്പുണ്ടായ ഐഡിയാസ് ആവില്ല 10 കൊല്ലം കഴിഞ്ഞാൽ. തുടക്കം ശരിയായില്ല, ഈ ക്ലൈമാക്സിനോട് യോജിക്കണമെങ്കിൽ തുടക്കം ഒന്ന് മാറ്റിവെക്കണം. ഖുർആനിന്റെ അത്ഭുതം, വനസ്സൽനാഹു തൻസീല, അള്ളാഹു അല്പാൽപമായി ഇറക്കി. പീസ്മീൽ ഖുർആൻ ഇറങ്ങിയത് അങ്ങനെയാണ്. എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ എന്തെന്നില്ലാത്ത ബന്ധം. എന്തെന്നറിയോ? ദുന്യാവും ആഖിറവും, ഈ ലോകവും പരലോകവും. ഈ ലോകത്തിന് എന്താ അറബിയിൽ പറയാ? അദ്ദുന്യ. പരലോകത്തിന് അൽ ആഖിറ. ഇത് രണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പരിധി നോക്കുക. ഇന്ന് ഇത് കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. എത്ര തവണയാണ് ദുന്യാവ്, പരലോകം, അദ്ദുന്യ വൽ ആഖിറ എന്ന് അല്ലാഹു ഉപയോഗിച്ച് നോക്കൂ. രണ്ടും 115 തവണയാണ്. ഏറെയില്ല, കുറവില്ല. 115 തവണ ദുന്യാവിനെ പറഞ്ഞു, 115 തവണ ആഖിറത്തെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിന്റെ മലക്കുകളും പിശാചുക്കളും, നമ്മൾ 2 ടെംപ്റ്റേഷനിടയിലാണ്. തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പിശാചുക്കൾ, നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മലക്കുകൾ. അൽ മലായിക അശ്ശയാത്വീൻ, ഈ 2 വാക്കുകൾ ഖുർആനിലുടനീളം നോക്കിയാൽ രണ്ടും 88 തവണയാണ്. 88 തവണ മലക്കുകൾ, 88 തവണ പിശാചുക്കൾ, ഏറെയില്ല. ഇതൊക്കെ യാദൃശ്ചികം എന്ന് പറയും. ഇതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഏതൊരുത്തം അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്ററി കണ്ടു. അതിപ്പോൾ ഷേക്സ്പിയറുടെ ബുക്ക് നോക്കിയാൽ ചില വാക്കുകളൊക്കെ ഇങ്ങനെ റാൻഡംലി യോജിച്ചു വരുന്നത് കാണാൻ പറ്റുമല്ലോ. ഷേക്സ്പിയറുടെ ബുക്കിൽ വരുന്ന വാക്ക് പോലെയാണോ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളിൽ കാണുന്ന ഈ സാമ്യത? കഴിഞ്ഞില്ല. ജീവിതം, മരണം. അള്ളാഹു ജീവിതം തന്നു, അൽ ഹയാ, നമുക്ക് മരണമുണ്ട്, അൽ മൗത്ത്. അള്ളാഹു നേരെ നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അൽ ഹയാ, അൽ മൗത്ത്, ജീവിതം, മരണം. ഈ 2 വാക്കുകൾ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചത് രണ്ടും 145 തവണയാണ്. ഇത് വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. അതങ്ങ് നുള്ളിപ്പെറുക്കി എടുത്താൽ ഓരോന്നും 145. ജീവിതം എത്രയോ അത്ര തന്നെ മരണം. മലക്കുകൾ എത്രയോ അത്ര തന്നെ പിശാചുക്കൾ. ദുന്യാവ് എത്രയോ അത്ര തന്നെ ആഖിറം. ജനങ്ങളും അള്ളാഹുവിന്റെ മുർസലീങ്ങളും. ജനങ്ങൾക്ക് പറഞ്ഞു തരാൻ ആ മുർസലീങ്ങൾ അള്ളാഹു പറഞ്ഞയക്കുന്നു, അല്ലേ? ജനങ്ങൾ, അന്നാസ്, ഖുൽ നഊദു ബിറബ്ബിന്നാസ് മലിക്കിൻ യാ അയ്യുഹന്നാസ് എന്നൊക്കെ. ആ നാസ് എന്ന പ്രയോഗവും അർ-റുസുൽ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്ന റുസുൽ, ഇത് രണ്ടും വന്നത് 368 തവണയാണ്. രണ്ടും ഒരേ ഈക്വൽ ബാലൻസിലാണ്. ജനങ്ങൾ എത്ര പറഞ്ഞോ അത്ര തന്നെ മുർസലീങ്ങളെയും അള്ളാഹു പറഞ്ഞു, 268 തവണ. മുസീബത്ത് അള്ളാഹു നൽകുന്നു, മുസീബത്തിൽ ക്ഷമിക്കണം. നന്മ അള്ളാഹു നൽകുന്നു, നന്മക്ക് നന്ദി പറയണം. മുസീബത്തും ശുക്റും അള്ളാഹു പറഞ്ഞത് 75 തവണയാണ്. സിഹർ ഫിത്നയാണ്, പരീക്ഷണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സിഹർ ചെയ്യുന്നവർ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് ചെയ്യുന്നത്. അള്ളാഹുവിനോട് നിർബന്ധമായും അടിയന്തരമായും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങുകയും വേണം. സിഹർ, അൽ ഫിത്ന, ഇത് രണ്ടും അള്ളാഹു പറഞ്ഞത് 60 തവണയാണ്. ഓരോന്നും 60 തവണ. സകാത്ത് ബറക്കത്താണ്. അസ്സകാ, അതും അൽ ബറക. ഈ 2 വാക്കുകളും ഖുർആനിൽ മുഴുവൻ എടുത്തു നോക്കിയാൽ രണ്ടും 32 തവണ വീതമാണ്. 32 തവണ സകാത്ത്, 32 തവണ ബറക്കത്ത്. ഇത് രണ്ടും വ്യത്യസ്ത കോണ്ടെസ്റ്റുകളിലായി അള്ളാഹു പറഞ്ഞു പോയത്. മനുഷ്യന്റെ ബുദ്ധി മനുഷ്യന് വെളിച്ചമായി മാറേണ്ടതാണ്, യുക്തിവാദിയല്ല ആവേണ്ടത്. അൽ അഖൽ വന്നൂർ, അന്നൂർ, പ്രകാശം എന്ന നൂറും മനുഷ്യന്റെ അഖൽ എന്ന പ്രയോഗവും രണ്ടും 49 തവണ ഓരോന്നും അള്ളാഹു പറഞ്ഞു. നാവ്, സതുപദേശം. അൽ ലിസാൻ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം, ലിസാൻ എന്ന പ്രയോഗവും അൽ മൗഇള, സാരോപദേശം. നമ്മൾ ഈ കേൾക്കുന്നത് ഒരു മൗഇളത്താണ്. നാവ് കൊണ്ടാണ് മൗഇളത്ത് കൊടുക്കുക. ഈ 2 വാക്കുകൾ ലിസാൻ, മൗഇള, ഇത് രണ്ടും അല്ലാഹു കൊണ്ടുവന്നത് 25 തവണയാണ് വിശുദ്ധ ഖുർആനിൽ. ഓരോന്നും 25, 26 ഇല്ല, ഒന്ന് 24 ഇല്ല, രണ്ടും ഒരേ കണക്കിൽ. അർ-റഗ്ബത്തു വർ-റഹ്ബ, അല്ലാഹുവിനെ നമ്മൾ പേടിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം. മുഅ്മിനെ, അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നതിനാണ് റഗ്ബത്ത് എന്ന് പറയാ. അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നതിനാണ് റഹ്ബത്ത് എന്ന് പറയാ. റഗ്ബത്തും റഹ്ബത്തും അള്ളാഹുവിന്റെ വചനങ്ങൾ എണ്ണി നോക്കിയാൽ കാണുന്നത് ഓരോന്നും 8 തവണയാണ്. ഇതൊക്കെ യാദൃച്ഛികമോ? ഇതൊക്കെ യാദൃച്ഛികം പറയാൻ പറ്റുമോ? 23 കൊല്ലം കൊണ്ടിറങ്ങിയ അള്ളാഹുവിന്റെ ഈ കലാം 23ാമത്തെ വർഷം അതങ്ങ് യോജിപ്പിച്ച് വെച്ചു നോക്കുമ്പോൾ ഇങ്ങനെ മനോഹരമായി കാണുന്നു.
ഇത് യാദൃച്ഛികമാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഇൻഷാ അല്ലാഹ് മനുഷ്യന്റെ ജന്മത്തെക്കുറിച്ച്, ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിക്കാനെടുക്കുന്ന സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വന്ന ചില ആയത്തുകളുടെ സൂചനകൾ ഞാൻ മനസ്സിലാക്കി തരുന്നതിന് മുമ്പ്, പ്രഗത്ഭനായ ഒരു അമേരിക്കൻ മാത്തമാറ്റീഷ്യൻ ഉണ്ട്, പ്രൊഫസർ ഗാരി മില്ലർ. അദ്ദേഹം മുസ്ലിമാണ്. ഗാരി മില്ലർ 978 ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിച്ച ആളാണ്. പരസ്യമായി പറഞ്ഞ മുസ്ലിം ആവാണ്. ഗാരി മില്ലറിന് ഒരുപാട് ഗാരി മില്ലർമാരുണ്ട്. ഇത് പ്രൊഫസർ ഗാരി മില്ലർ, ടൊറോണ്ടോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഗാരി മില്ലറാണ്. അദ്ദേഹം ശിഷ്ടകാലം സൗദി അറേബ്യയിലെ ഒരു പ്രഗത്ഭമായ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ടൊറോണ്ടോക്കാരനാണ്. ഗാരി മില്ലർമാർ ഒരുപാടുണ്ട്. ഗാരി മില്ലറിന് അടിച്ചു നോക്കിയാൽ ഒരുപാട് ആളെ കിട്ടും. ഗാരി മില്ലർ പ്രൊഫസർ അല്ലെങ്കിൽ എക്സ് പ്രൊഫസർ ഇൻ ടൊറോണ്ടോ യൂണിവേഴ്സിറ്റി എന്നടിച്ചു നോക്കിയാൽ കിട്ടുന്നൊരു ഗാരി മില്ലർ ഉണ്ട്. അദ്ദേഹം ഇന്ന് ഇസ്ലാമിക പ്രബോധകനാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനികളുടെ മിഷനറി പ്രവർത്തകനായിരുന്നു. അവരെ ഏൽപ്പിച്ചത് എന്താണെന്നറിയോ? ഖുർആൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് കണ്ടെത്തണം, എന്നിട്ട് നമുക്ക് ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കാൻ, മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിസത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഖുർആനിലെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കാമല്ലോ. അങ്ങനെ ചില മണ്ടന്മാർ കണ്ടെത്തിയ ചില തെറ്റുകളാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം പേരുള്ള യുക്തിവാദികൾ വായിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രസംഗിക്കുന്നത്. മുഅ്മിനെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മുടെ ഈമാൻ കാത്തുരക്ഷിച്ചു തരട്ടെ. ആ പ്രസംഗിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ, നമ്മളീ പറയുന്ന ഈ വിഷയം തന്നെ ഒന്ന് ഇരുന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് ചിലപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു തെറ്റായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയേക്കാം. പക്ഷെ അപ്പോഴേക്കും അവരെ കൊണ്ട് പഴച്ചുപോയ ആളുകൾക്ക് ഇത് കേൾക്കാൻ അവസരം ഉണ്ടാവില്ല. അവർ പഴച്ചുപോയി, ഇവർക്ക് തിരുത്താൻ ഇനി അവസരം ഉണ്ടാവും. ഒരുപക്ഷെ അവരെ കൊണ്ട് പഴച്ചുപോയവരോ വല്ലാത്തൊരു കടുത്ത ഒരു പരീക്ഷണത്തിലൂടെ ഉമ്മത്ത് കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. നമ്മുടെ 21-ാം നൂറ്റാണ്ടിന്റെ ഭാഷയിലാണ് അള്ളാഹുവിന്റെ കലാം നമ്മളോട് സംസാരിക്കുന്നത്. ഗാരി മില്ലർ 977 പഠനം ആരംഭിച്ച് ഖുർആൻ വായിച്ചു നോക്കിയിട്ട് എന്താ അത്ഭുതം എന്നറിയോ? 978 അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ആവുകയാണ്. അഹ്മദ് ദീദാത്തിന്റെ കൂടെ അദ്ദേഹം ഒരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അഹ്മദ് ദീദാത്തിന്റെ കൂടെ 970കളിൽ. അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു, ഈ മനുഷ്യൻ മുസ്ലിം ആവുകയാണെങ്കിൽ ഇസ്ലാമിന് എത്ര വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു എന്ന് അന്നത്തെ ആളുകൾ. അദ്ദേഹം ഇവിടെ നിന്ന് ഒരു 30 കൊല്ലങ്ങൾക്ക് മുമ്പ് അഹ്മദ് ദീദാത്തിന്റെ കൂടെ, അല്ലാഹു യർഹം, സൗത്ത് ആഫ്രിക്കക്കാരനായിരുന്ന ഷെയ്ഖ് അഹ്മദ് ദീദാത്ത്, അദ്ദേഹത്തിൽ നിന്നാണ് നമ്മുടെ സാക്കിർ നായിക്ക് ഈ ഡിബേറ്റിനെ കുറിച്ച് പഠിച്ചത്. ഇതൊക്കെ ആദ്യം തുടങ്ങി വെച്ച ആൾ ഷെയ്ഖ് അഹ്മദ് ദീദാത്താണ്. അഹ്മദ് ദീദാത്തിന്റെ ചില സെന്റൻസുകളൊക്കെ അതുപോലെ സാക്കിർ നായിക്ക് ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. അദ്ദേഹമാണ് ക്രിസ്ത്യാനിസം, ഇസ്ലാം, ഹിന്ദുവിസം, വേദങ്ങളും സ്ക്രിപ്റ്റുകളും ഒക്കെ പഠിച്ച് ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ ആദ്യമായി സദൈഹ്യം മുന്നോട്ട് വന്ന ഇന്ത്യൻ ഒറിജിൻ അദ്ദേഹം ഗുജറാത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ സെറ്റിൽഡ് ആണ്. അദ്ദേഹം മരിച്ചുപോയി, 2000 മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരു 30 കൊല്ലം മുമ്പ് അഹ്മദ് ദീദാത്തുമായി സംവാദം നടത്താൻ ക്രിസ്ത്യാനി പക്ഷത്ത് വന്ന ആളാണ് ഈ ഗാരി മില്ലർ. അഹ്മദ് ദീദാത്ത് ഇസ്ലാം പക്ഷവും. പക്ഷേ 978 ഗാരി മില്ലർ പ്രഖ്യാപിച്ചു, ഞാൻ മുസ്ലിം ആവുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അദ്ദേഹം മുസ്ലിം ആവാൻ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്ന് ഉദ്ധരിക്കുകയാണ്. ഒന്ന്, ഗാരി മില്ലർ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ വചനം ആലോചിച്ചു പോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദാ ثم തതഫക്കറൂ മാ ബിസ്വാഹിബികും മിൻ ജിന്നഹ് ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്.